കേരള പോലീസിനെ നാണം കെടുത്തി കേരള പോലീസിനെ തോൽപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. അവിടുണ്ട് ഇവിടുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ഫലപ്രദമായില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ അതിവേഗ നീക്കം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിവേഗ നീക്കവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി ഈ മാസം 15-ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും. അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ പോലീസ് തോറ്റു. ഇപ്പോഴിതാ രണ്ടാമത്തെ പീഡന കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ബാംഗ്ലൂർ സ്വദേശിനിയായ യുവതിയാണ് രണ്ടാമത് വീണ്ടും പരാതി നൽകിയത് രാഹുൽ ഈശ്വറിനെതിരെ. KPCC നേതൃത്വത്തിന് നൽകിയ പരാതി KPCC നേതൃത്വം അന്വേഷണ സംഘത്തിന് കൈമാറി. ഈ കേസിൽ അതിവേഗ നടപടിയുമായി പോലീസ് പോകുന്നതിന് പിന്നാലെയാണ് ഈ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. എന്തായാലും പേരുകേട്ട കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അതിവിദഗ്ധനായ ക്രിമിനലിന് മുമ്പിൽ, നല്ല സ്വാധീനമുള്ള ക്രിമിനലിന് മുമ്പിൽ തലതാഴ്ത്തി നിൽക്കുന്ന ലജ്ജാകരമായ കാഴ്ചയാണ് കേരളം കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനായി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വലവിരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ രോമത്തിൽ പോലും തൊടാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല. കേരള പോലീസ് രാഹുലിൻ്റെ മുമ്പിൽ നാണിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ലജ്ജാകരമായ രംഗമാണ് ഇപ്പോൾ കേരള സമൂഹം കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ആവില്ല. കാരണം അത് ജാമ്യം കിട്ടാവുന്ന ഒരു കേസാണ്. ആദ്യ കേസ് കണക്ക് ശക്തമായ ഒരു കേസല്ല രണ്ടാമത്തെ കേസ്. ഇമെയിൽ വഴിയാണ് യുവതി പരാതി അയച്ചിരിക്കുന്നത്. പരാതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുകയാണ് KPCC നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തീർന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ വിജയിച്ചു കയറുന്നത് അയാളെ കുറേ പേരുടെ ഇടയിൽ ഹീറോയാക്കി മാറ്റുന്നു. പ്രത്യേകിച്ചും അയാളുടെ ഫാൻസുകാരുടെ ഇടയിൽ അതിമാനുഷ്യൻ എന്നൊരു ഇമേജൊക്കെ രാഹുൽ ഫാൻസ് രാഹുലിന് വേണ്ടി കൽപ്പിച്ചു കൂട്ടി നൽകുന്നുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജാണ് വരുത്തിയിരിക്കുന്നത്. ആ ഡാമേജിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ്. ഇന്നലെ അദ്ദേഹം ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാകുമെന്നും ഇന്നലെ അദ്ദേഹത്തെ പിടിച്ചുവെന്നും ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കുമെന്നും ഒക്കെയുള്ള ഹോസ്ദുർഗ് കോടതിയിൽ കീഴടങ്ങും എന്നുമൊക്കെയുള്ള വാർത്തകൾ പരന്നിരുന്നു. പക്ഷേ അദ്ദേഹം അതിവേഗ മുൻകൂർ നീക്കവുമായി അന്വേഷണ സംഘത്തെ വീണ്ടും ഇരുട്ടിൽ തപ്പിച്ചു. അന്വേഷണ സംഘം ഇപ്പോൾ ഇരുട്ടിൽ തന്നെ തപ്പുകയാണ്. രാഹുൽ ബാംഗ്ലൂരിലുണ്ടെന്ന് ഉറപ്പായ അന്വേഷണ സംഘത്തിന് ബാംഗ്ലൂരിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാംഗ്ലൂരിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ സംരക്ഷണയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ നിഗമനം. എന്നാൽ ആ കോൺഗ്രസ്സുകാരെ ചോദ്യം ചെയ്യാനോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ബാംഗ്ലൂരിൽ നിന്ന് പൊക്കുവാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ പറപ്പിക്കുകയായിരുന്നു. പോലീസിനെ നെട്ടോട്ടം ഓടിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കള്ളനും പോലീസും കളിയിൽ ജയിച്ചത് കള്ളൻ തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. ജയിച്ചത് വേട്ടക്കാരൻ തന്നെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തായാലും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിനെ വീണ്ടും വട്ടം ചുറ്റി നിൽക്കുക തന്നെയാണ് പോലീസ്. എന്ത് ചെയ്യണമെന്ന് പോലീസിന് അറിയാത്ത അവസ്ഥ. മുഖ്യമന്ത്രി ശക്തമായ നടപടിയെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അന്വേഷണ സംഘത്തിന് നൽകിയിട്ടും പോലീസിൽ നിന്നും തന്നെ രാഹുലിന് വിവരങ്ങൾ ചോർന്നു എന്നതാണ് യാഥാർത്ഥ്യം. അന്വേഷണ സംഘവും അത് തലകുലുക്കി സമ്മതിക്കുന്നു. പോലീസിൽ നിന്നാണ് രാഹുലിന് വിവരങ്ങൾ ചോർന്നത്. പോലീസ് തന്നെയാണ് പോലീസിനെ വലച്ചത്.
അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു. പക്ഷേ പോലീസിലുള്ള ചിലർ അത് അത് ചോർത്തി കൊടുത്തു രാഹുലിന്. അങ്ങനെയാണ് കാണാമറയത്ത് രാഹുൽ അന്വേഷണ സംഘത്തെ ഇട്ട് ചുറ്റിക്കളിപ്പിച്ചത്. എന്തായാലും രാഹുൽ പഠിച്ച ക്രിമിനൽ തന്നെയാണെന്ന് ഇതോടെ അന്വേഷണ സംഘത്തിന് ബോധ്യമായി. MLA എന്ന പദവി എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ സ്വാർത്ഥ താല്പര്യത്തിനായി വിനിയോഗിക്കാം എന്നത് രാഹുൽ കാട്ടിക്കൊടുത്തു പുതുതലമുറയ്ക്ക്. പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോർത്തിക്കൊണ്ട് രാഹുൽ പോലീസിനെ വട്ടം ചുറ്റിച്ചു. ഇപ്പോഴും രാഹുൽ പോലീസിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കളിയിൽ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നത് മാങ്കൂട്ടത്തിൽ.